എന്താ പറയൂ? ഈ നമ്പർ വെച്ചിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയോ ആരാണ് ഇയാളെന്നൊക്കെ? വീഡിയോ ഏതെങ്കിലും കണ്ടോ? ഇല്ല. ഇഷ്ടംപോലെ വീഡിയോകളുണ്ട് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ബെനിഫിറ്റും ഗുണങ്ങളും ഒക്കെ പറയണത്. മിസ് കോൾ അടിച്ചു വിട്ടത്, കോൾ എന്താ കണ്ടിന്യൂ ചെയ്തില്ലേ? എല്ലാ സബ്ജക്റ്റിനും സ്കോപ്പ് ഉണ്ടാക്കുന്നത് ഈ പഠിക്കുന്ന ആളാണ്. നല്ലോണം പഠിച്ചാൽ നല്ലപോലെ സ്കോപ്പ് ഉണ്ടാവും. വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന കോളേജൊന്നുമില്ലേ? അല്ല, ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നാ ചോദിക്കണം. ഇപ്പോൾ വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇപ്പോൾ കയ്യിൽ. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇനിയുള്ള ഓപ്ഷനാണ് പറയുന്നത്. കിട്ടിയിരിക്കുന്നതോ പോയതോ കയ്യിലൊന്നുമില്ലാത്ത സ്ഥിതിക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. കുസാറ്റിൽ ഇലക്ട്രിക്കൽ വേണോ മെക്കാനിക്കൽ വേണോ? അതെ. ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ആയാൽ പ്രോഗ്രാമിംഗ് കുറച്ചുണ്ടാവും. അപ്പോൾ സാധാരണ കമ്പ്യൂട്ടർ സയൻസിലോ കുറേ ജനറിക് ആയിട്ടുള്ള അപ്ലിക്കേഷൻസോ പറ്റും. ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഒക്കെ ഏകദേശം ഈക്വലൻ്റ് ആയിട്ടുള്ള കോർ സബ്ജക്റ്റുകളാണ്. കെമിസ്ട്രി ആണോ താല്പര്യം, ഫിസിക്സ് ആണോ കൂടുതൽ? കെമിസ്ട്രി ആണെങ്കിൽ മെക്കാനിക്കലിലാണ് കെമിക്കൽ. നാളെ മെറ്റീരിയൽ സയൻസോ കെമിക്കൽ സയൻസോ ഒക്കെ ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ. മെക്കാനിക്കലിലൊക്കെ മിക്കവാറും ഫ്യൂവൽസും ഫ്ലൂയിഡ് മെക്കാനിക്സും ഒക്കെ വരുന്ന സബ്ജക്റ്റാണ്. എൻ്റെ വിഷയം എന്താണെന്നറിയോ? ഞാൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് PhD. അതിൽ ഫസ്റ്റ് പേപ്പറിന് പബ്ലിഷ് ചെയ്തത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ജേണലാണ്. ഓക്കെ. എൻ്റെ മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് മെറ്റീരിയൽ സയൻസ് പോയി, അത് കഴിഞ്ഞ് ന്യൂക്ലിയർ സയൻസ് പോയി. ഇപ്പോൾ ചെയ്യുന്ന മിക്കവാറും കെമിസ്ട്രിയും ഫിസിക്സും ഉള്ളൊരു ഫീൽഡാണ്. ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആണ് അമേരിക്കൻ. അപ്പോൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് നല്ലപോലെ പഠിച്ചാൽ മാത്രമേ അതുണ്ടാവുള്ളൂ. നോർമലായിട്ടുള്ള സ്റ്റുഡൻസിന് ഓപ്ഷൻ എന്ന് പറയുന്നതോ സ്കോപ്പ് എന്ന് പറയുന്നതോ ഏത് കമ്പനി വന്നിട്ടാണ് എന്നെ പിടുങ്ങുക എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പോയിട്ട് ഒരാളെയും കോളേജിൽ നിന്ന് സെലക്ട് ചെയ്യാറില്ല. അത് ഡിഫൻസ് ആയാലും സ്പേസ്, ഞാൻ സ്പേസിൽ നിന്നാണ് റിട്ടയർ ആയത്, സ്പേസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പോലീസ് ആയാലും. ഇനി യൂണിവേഴ്സിറ്റിയിലെ കോളേജ് പ്രൊഫസർമാരെ എടുക്കുമ്പോൾ പോലും അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആൾക്കാർ എടുക്കാറില്ല. അവർ ജനറൽ കോൾ ഫോർ അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ മിക്കവാറും ആൾക്കാരുടെയൊക്കെ സ്കോപ്പ് എന്ന് പറയുന്നത് പ്ലേസ്മെന്റ് ഉണ്ടോ നോക്കിയിട്ടാണ്. അങ്ങനെ പ്ലേസ്മെന്റ് നോക്കിയിട്ട് നല്ല കമ്പനികളൊന്നും പ്ലേസ്മെന്റിന് IAS കോളേജിൽ പോയിട്ട് പിടിക്കാറൊന്നുമില്ലല്ലോ. അപ്പോൾ അവനവൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് അവനവൻ ട്രൈ ചെയ്ത് അപ്ലൈ ചെയ്ത് സ്വന്തമായി ബെനിഫിറ്റ് ഉണ്ടാക്കി എടുത്തുണ്ടാക്കേണ്ടതാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് വിളിച്ച കുട്ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ചേരാൻ പോകുന്നു. ഓൾറെഡി കുറേ കോഴ്സുകൾ എബ്രോഡുള്ള പല യൂണിവേഴ്സിറ്റികളിലും ചെയ്തു കഴിഞ്ഞു ഓൺലൈനായിട്ട്. ഇപ്പം പരീക്ഷ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പം മാസത്രയായി? ഒരു വർഷവും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കഴിഞ്ഞു ഒരു 3-4 മാസം. എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? അത് ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അതല്ലല്ലോ നമ്മൾ 1.5 വർഷം കൊണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര മോട്ടിവേറ്റഡ് ആണെന്ന് സെൽഫ് ഒന്ന് അസസ് ചെയ്യാം. എന്നോട് സംസാരിക്കുന്ന കുട്ടികൾ 2 മാസം മുമ്പേ എന്നെ വിളിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. അവരിൽ 10 കോഴ്സ് കഴിഞ്ഞവരൊക്കെ ഉണ്ട്. ഇപ്പോൾ വിളിച്ചൊരു കുട്ടി MIT ചെയ്തു, കേംബ്രിഡ്ജ് ചെയ്തു. ലോകത്തിന്റെ പല യൂണിവേഴ്സിറ്റികളിലും ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ പ്രോഗ്രാമുകളുണ്ട്. ഓക്കെ. അതൊക്കെ നോളജ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഹൈലി മോട്ടിവേറ്റഡ് ആവണം. എനിക്ക് ഇന്ന് എടുത്ത് പോകണം, ഇന്നത് പഠിക്കണം, ഇന്ന് യൂണിവേഴ്സിറ്റിയിലാണ് പോകേണ്ടത് എന്നൊക്കെ പറയുമ്പോഴാണ് ആ ഒരു ഹോപ്പ് ഉണ്ടാവുക. യൂണിവേഴ്സിറ്റിയിൽ നല്ല കമ്പനി ഉണ്ടാവുമോ, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുമോ? ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി. MSc എവിടെയാണ് പഠിച്ചത്? ഓക്കെ. ഞാൻ MSc പഠിക്കുന്ന കാലം എന്ന് പറയുന്നത് 40 കൊല്ലം മുമ്പ്. ആ ലോകമല്ല ഇപ്പോൾ. അന്ന് ഞങ്ങളെ ക്ലാസ്സിൽ 10 കുട്ടികളും 10 പേരും വളരെ മോട്ടിവേറ്റഡും ഒക്കെ ആയിട്ടുള്ളൊരു കാലമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ക്യാമ്പസിൽ, അതേ ക്യാമ്പസിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് സാധാരണ കോളേജ് പോലെ അതപ്പതിച്ചൊരു കോളേജാണ്. അപ്പോൾ കുറേ കുട്ടികളുണ്ടാവും. ഏറ്റവും കൂടുതൽ ടൈം പാസും വേസ്റ്റ് ഓഫ് ടൈമും നടക്കുന്ന ഒരു സ്ഥലം ഹോസ്റ്റലുകളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ബാക്കിയുള്ള സ്ഥലത്ത് ക്ലാസ്സുള്ള സമയത്ത് പോയാൽ മതി. കേരളത്തിലൊക്കെ ആണെങ്കിൽ ഹോളിഡേയ്സ് ആണ് കൂടുതൽ. ഹോളിഡേയ്സും ക്ലാസ്സും കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് ക്ലാസ് കഴിഞ്ഞാൽ ബാക്കി സമയം ഫുൾ വേസ്റ്റ് ചെയ്യുന്ന കുട്ടികളാണ് സാധാരണ കാണാറ്.
അതാണല്ലേ സാർ വീട്ടിൽ നിന്ന് പോയി എഴുതാന്ന്. കാരണം ഞാനിപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പല കോളേജുകളിലും ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്. അതെ ഇപ്പം ഞാൻ കേരളത്തിൽ കുറേ പേര് എനിക്കറിയാം, പക്ഷെ ഞാനൊരു കോളേജിലും അത്തരം ക്ലാസ്സുകളൊന്നും ഞാൻ വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ക്ലാസ് എടുക്കാൻ പോയാൽ അന്ന് സമരമായിരിക്കും. അയ്യോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് കഷ്ടപ്പെട്ടിട്ട് അവിടെ വരെയൊക്കെ പോയിട്ട് അങ്ങനെ സമരമുള്ള സമയത്തും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽക്കൊക്കെ അത്ഭുതമാണ്. ഞാൻ പറഞ്ഞ് അതാണ് ടീച്ചേഴ്സിന് വേണ്ടത്. അങ്ങനെ ഒരു അവരെ സാന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കോളേജ് അടച്ചു പൂട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയ്ക്കേ താല്പര്യമുള്ളൂ. അപ്പോൾ അത് സ്വന്തം ഉണ്ടാക്കിയെടുത്താലേ നന്നാവുള്ളൂ. ഓക്കെ, IIT പഠിച്ചിട്ട് എല്ലാവരും നന്നായി എന്നോ NIT പഠിച്ച് എല്ലാവരും നന്നായി എന്നോ സാധാരണ കോളേജ് പഠിച്ചുകൊണ്ട് എല്ലാവരും മോശമായി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല കമ്പനി, നല്ല ഫ്രണ്ട്സ്, നല്ല പ്രോജക്റ്റുകൾ, മെക്കാനിക്കലൊക്കെ ആകുമ്പോൾ കുറേ പ്രാക്ടിക്കലായിട്ട് കാണണം. അപ്പോൾ പഠിക്കുന്ന തിയറി എല്ലായിടത്തും കാണാനും കാണുന്ന എക്യുപ്മെൻറ്റ്സിലൊക്കെ ആ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് പ്രൊഫഷണൽ ആവുന്നത്. അല്ലെങ്കിൽ ബിടെക് ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഒന്നുമല്ല. കാരണം ഇത് കാണാനുള്ള കഴിവ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും ഉണ്ടാവില്ല. അവർ വേറെ പണിയൊന്നും കിട്ടാത്തതുകൊണ്ട് ടീച്ചർമാരായിട്ടുള്ളവരാണ് പലരും. അവർ ബിടെക് കഴിഞ്ഞ് വേറൊന്നും ജോലി കിട്ടിയില്ല, അതുകൊണ്ട് MTechന് പോയി. MTech കഴിഞ്ഞിട്ടും ജോലി കിട്ടിയില്ല, അതുകൊണ്ട് PhD ചെയ്തു. ഇനി MTechോ PhDയോ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കോളേജ്, അത് കഴിഞ്ഞിട്ടുള്ളൊരു കമ്പനിയിലോ ഒരു സാധനത്തിൻ്റെ സ്ക്രൂ അഴിച്ചിട്ടോ ഉണ്ടാവില്ല ജീവിതത്തിൽ. മിക്കവാറും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ലാബിൽ വർക്ക് ചെയ്യുന്നവരും ഡിപ്ലോമ കഴിഞ്ഞവരും ബിടെക് കഴിഞ്ഞവരും പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നവരുമാണ്. അതെ, മാഷന്മാർ തിയറി എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് എക്സ്ട്രാ കോഴ്സുകളും എക്സ്ട്രാ നോളജും പ്രൊഫഷണലിസം സ്വന്തം ഉണ്ടാക്കിയെടുത്ത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നന്നാക്കിയെടുത്ത് എല്ലാ എക്സാമിനേഷനും GRE, ഗേറ്റ്, ഓൺലൈൻ കോഴ്സസ് ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാലേ നന്നാവുള്ളൂ. ഓക്കെ, മെക്കാനിക്കൽ ഡോക്ടർ TPS നടിക്കുക, കാണുക, എന്നിട്ട് ഏതെങ്കിലും വീഡിയോയിലൊക്കെ കണ്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോഴേ എനിക്ക് അറിയുള്ളൂ ഇങ്ങനെ ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ നമ്പറിൽ നിന്ന് ആ നമ്പർ മറ്റേ വാട്സപ്പ് അയച്ചതിൽ നിന്ന് അയക്കാം. അപ്പോഴേ വിളിക്കുമ്പോൾ എനിക്ക് ആരാന്ന് മനസ്സിലാവും. ഒരു ദിവസം 100 കോള് കിട്ടുമ്പോൾ ചിലതൊക്കെയാണ് തിരിച്ചു വിളിക്കുക. ഓക്കെ, കാരണം ഇപ്പം ഭക്ഷണത്തിൻ്റെ സമയമായതുകൊണ്ട് ആ സമയത്ത് കുറച്ച് കഴിഞ്ഞ് വിളിക്കുന്നുണ്ട്, പലരെയും ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെട്ടതാണെന്ന് വെച്ചിട്ടാണ് രണ്ടാമതും വിളിച്ചു വന്നത്. അപ്പോൾ എപ്പോഴും മെസ്സേജ് കൃത്യമായിട്ട് അയക്കണം, അപ്ഡേറ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള കോഴ്സുകളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ന കോഴ്സുകളൊക്കെയാണ് ചെയ്തത്. ബേസിക് ആയിട്ടുള്ള ബുക്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് PDF ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞു പിള്ളേരൊക്കെ. ഇന്നലെയൊക്കെ ആദ്യമായിട്ട് വിളിക്കുന്നൊരു കുട്ടി ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്ന ബുക്കാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫിക് ലെജൻഡ്സ് എഴുതിയിട്ടുള്ള എബ്രോഡിലുള്ള ബ്യൂട്ടിഫുൾ ബുക്സ് ഉണ്ട്. അത് വായിക്കുമ്പോൾ യു ക്യാൻ വിഷ്വലൈസ്. ആ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എഞ്ചിനീയറിംഗ് യൂസ്ലെസ് ആണ്. അതിലുള്ള മാത്തമാറ്റിക്സ് മിക്കവാറും ആൾക്കാർക്ക് തോക്കുന്നതും താല്പര്യമില്ലാണ്ടിരിക്കുന്നതും വിഷ്വലൈസ് ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. അത് നമ്മളെ വിഷ്വലൈസ് ചെയ്യാൻ സഹായിക്കുന്ന പുസ്തകങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക. എപ്പോഴെങ്കിലും ഏത് പേജ് തുറന്നിട്ട് വിളിച്ചാലും ഒരു Gmeet പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ആണെങ്കിൽ അത് പറഞ്ഞു തരാം, നോ ഇഷ്യൂ. പക്ഷെ ഹോസ്റ്റലിലാവുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇൻ്റർനെറ്റും ഇതൊന്നും സൗകര്യത്തിന് ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഐ എം ഷുവർ all of you can get motivated, you can make a group and then start planning doing good things. All the best.